വെൽക്കം ബാക്ക് ടു ദി ഗെയിമിംഗ് ഡൂഡ്. അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കിടിലം വൺ ബ്ലോക്ക് എപ്പിസോഡുമായിട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പാർട്ട് 1 നമ്മൾ അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്റ്റാർട്ടിങ് വൺ ബ്ലോക്ക് അത് നിങ്ങൾ കാണാത്തതാണെന്ന് പോയി കാണുക ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ പാർട്ട് 2 ആണ് ഗൈസ്. വൺ ബ്ലോക്കിൻ്റെ നമ്മൾ കഴിഞ്ഞ തവണ നമ്മുടെ ബേസ് ഇത് ഇത്രയും വലുതൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ നിൽക്കുന്ന ഒറ്റ ബ്ലോക്കിൽ നമ്മൾ തുടങ്ങിയതാണ് ഗൈസ്. ഇത്രയും വലിപ്പമാക്കി. അപ്പം മറ്റേ വീഡിയോ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വരിക ഗൈസ്. എന്നാൽ നമുക്കൊരു കണ്ടിന്യൂഷൻ കിട്ടും. അപ്പോൾ ഈ പന്നി എന്നെ നീക്കി കൊണ്ടുപോയി. ഇത് ഇങ്ങനെ ക്യാമറ നമുക്ക് മൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഗൈസ്. അതാണ് ഇങ്ങനെ ചെറിയ ബുദ്ധിമുട്ട് പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും മറക്കാതെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ മറക്കല്ലേ. നിങ്ങൾ ഇതുവരെ തന്നെ എല്ലാവർക്കും ഒത്തിരി സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് ഗൈസ്. ഇപ്പോൾ ആണെങ്കിലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മൾ കഴിഞ്ഞാൽ ഇത്രയും ആക്കിയായിരുന്നു. നമ്മൾ എന്തോ 210 ബ്ലോക്ക് മൈൻ ചെയ്തായിരുന്നു ഗൈസ്. അപ്പം ഇനി നമുക്കിനി മൈൻ ചെയ്യാം. പക്ഷെ മൈൻ ചെയ്യാൻ നമുക്ക് ഷവല് വേണം. ഓ പശു. ഓക്കെ പശു വരും. ഞാൻ ജസ്റ്റ് ഒന്ന് പേടിച്ചു പോയി. ഇതെല്ലാം കൂടി ഇവിടെ വന്നിട്ടൊന്നും കാണത്തില്ല ഗൈസ്. കാണത്തില്ല മീൻസ് ആ ക്രൗഡ് വന്നു തന്നെ. സാപ്ലിങ്സ് ഗൈസ്. ഇതിപ്പോൾ ഇവിടെ ഇരിക്കട്ടെ ഗൈസ്. ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഈ സാധനം. ഓ സാപ്ലിങ്സ് നമുക്ക് നേരത്തെ കിട്ടിയായിരുന്നു. കുറേ നാളായി ഗൈസ് വൺ ബ്ലോക്ക് ഇട്ടിട്ട്. ഇല്ല കുറച്ച് നാളായി ഗൈസ്. ഒരു 2 ആഴ്ചയോളമായി എന്ന് തോന്നുന്നു. ചിലപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇടത്തൊന്നുമില്ല ഗൈസ്. അങ്ങനെ ഒരു ചെറിയ സംഭവമുണ്ട്. ഞാനത് പിന്നത്തേക്ക് ഷെഡ്യൂൾ ചെയ്തെടുത്തുള്ളൂ. കാരണം പരീക്ഷയ്ക്കായതുകൊണ്ട് ഗൈസ്. നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടൊക്കെ ഫോണിൽ സ്പെൻഡ് ചെയ്യുക ഗൈസ്. ഞാൻ ഈ മൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക. നിങ്ങൾ മറക്കല്ലേ. നമ്മളെ റോഡ് 100 സബ്സ്ക്രൈബേഴ്സാണ് ഗൈസ്. മറക്കാതെ ലൈക്ക് അടിക്കുക. ഓക്കെ നമുക്കൊരു പുതിയ ഷവല് വേണം. പക്ഷെ നമുക്ക് കോബിൾ സ്റ്റോൺ കിട്ടിയില്ലായിരുന്നു അല്ലേ? ഇല്ല ഗൈസ്, നമുക്ക് കോബിൾ സ്റ്റോൺ കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ആണെങ്കിലും ഓപ്പൺ ചെയ്ത് നമുക്കൊരു പിക്കാസും ഷവലും വേണം ഗൈസ്. ക്രാഫ്റ്റിംഗ് കുറച്ച് സ്ലോ ആണ് ഗൈസ്. നിങ്ങൾക്ക് നല്ല കാണുമ്പോൾ രസമില്ലെന്ന് എനിക്കറിയാം. ഞാൻ അത്ര പ്രോയൊന്നും അല്ല ഗൈസ്. അതുകൊണ്ട് പിക്കാസ് കിട്ടി, ആക്സ് കിട്ടി, പിന്നെ ഷവലും കൂടി വേണം ഗൈസ് അതിന്. ഓക്കെ ഷവലും കിട്ടിയിട്ടുണ്ട്. എല്ലാം വുഡിൽ തന്നെയാണ്. ഈ ചെറിയൊരു ത്രോട്ട് പ്രശ്നം ഉള്ളതുകൊണ്ട് സൗണ്ടൊന്നും അത്ര ക്ലിയർ ആയിരിക്കില്ല. ഓ ഇത് സ്വിച്ചിങ് നല്ല പാടാണ് ഗൈസ്. ഇതുങ്ങളെല്ലാം കൂടി ഒന്ന് എന്നെ പേടിപ്പിക്കും. പോടാവുന്ന ദൂരെ. ഓക്കെ നമ്മൾ അയ്യോ ഈ പാർട്ടിക്കിൾസ് ഉള്ളതുകൊണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഗൈസ്. നിങ്ങൾ കണ്ടില്ലേ ബ്ലോക്കിന്റെ മണ്ടേ കൂടെ ഈ പാർട്ടിക്കിൾസ് അത് ഉള്ളതുകൊണ്ട് നല്ല രസമാണ് ഗൈസ്. കുറെ വുഡൊക്കെ കിട്ടുന്നുണ്ട് ഗൈസ്. അടുത്ത ഫേസ് എപ്പോഴായിരുന്നു? ഇത്ര ബ്ലോക്കിലായിരിക്കും ഗൈസ്. എനിക്കറിയില്ല അടുത്ത ഫേസ് ഏതായിരിക്കും. ഓക്കെ നമുക്കൊരു ചെറിയ കാര്യം. നമുക്ക് ഇവിടെ കുറച്ചും കൂടി സ്ഥലം വേണം ഗൈസ്. അത് നമ്മുടെ കയ്യിലുള്ള ഡേർട്ടെല്ലാം കൂടി ഒന്ന് എടുക്കാം. ഡേർട്ട് ഒരു 32 ഡേർട്ട് ഉണ്ട്. വേറെ ഒന്നുമില്ലല്ലോ ഡേർട്ട്. ഉണ്ട്. ഓ ഗൈസ് ഒരു സ്റ്റാക്ക് 5 കിട്ടി. അത് മതി. അത് തന്നെ ധാരാളം. അപ്പം ഒരു ചെറിയ പ്രശ്നമുള്ളത്, നമ്മളിത് പൊട്ടിച്ച ഇതുങ്ങളെല്ലാം കൂടി വെളിയിലോട്ട് പോകും. നമുക്കിത് ഏത് സൈഡിലോട്ട് ഉണ്ടാക്കാം ഗൈസ്? ഈ സൈഡിലോട്ട് നമുക്ക് ഉണ്ടാക്കാം. വേഗം തന്നെ ഫെൻസ് ഇവിടെ വെക്കാം ഗൈസ്. ഓക്കെ ഞാൻ അവിടെ ഫെൻസ് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ സേഫ് ആണ് ഗൈസ്. ഇനി അതുങ്ങളൊന്നും വെളിയിൽ പോകത്തില്ല. കുറച്ച് നീട്ടി വെക്കാം ഗൈസ്. ഓക്കെ ഇതിന് ഇവിടെ നമുക്ക് ചെറിയൊരു പ്ലാറ്റ്ഫോം സെറ്റാക്കാം. ഇത് ചെറുതായിട്ട് നമുക്കൊരു ഫാമിംഗ് ലാൻഡ് പോലെ തന്നെ അങ്ങ് സെറ്റാക്കാം ഗൈസ്. ഉണ്ടായിരുന്നു എന്തോ ശരി കട്ടിക്ക് താഴത്തോട്ട് പോയത്. കുറെ പാർട്ടിക്കിൾസ് താഴത്തോട്ട് പോയി. ഇതാണോ ആവോ? ഓ കുറെ മിസ്ക്ലിക്കാണ് ഗൈസ്. അല്ല താഴെ. ഓക്കെ ഇതിൻ്റെ അകത്ത് എല്ലാ ബ്ലോക്കും വളരെ വാല്യുബിൾ ആണ്.
നോർമൽ മൈൻക്രാഫ്റ്റ് വേൾഡിൽ ഡേർട്ടോ എന്ത് പൊട്ട സാധനമാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഡേർട്ടൊക്കെയാണ് ഏറ്റവും വാല്യൂബിൾ. കുറച്ച് സാധനം ലിമിറ്റഡ് ആയിട്ടല്ലേ കിട്ടത്തുള്ളൂ. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. പക്ഷെ അപ്പൊ ചെറിയൊരു കാര്യമുള്ളതേ, ഒരു അബദ്ധം പറ്റി ഗൈസ്. ഇച്ചിരൂടെ വലുത് വേണം ഗൈസ്. അബദ്ധമൊന്നുമില്ല ഗൈസ്. ഇച്ചിരി നമുക്ക് വലുതുണ്ടാക്കാം ഗൈസ്, അങ്ങനെ സെറ്റാവും. ഇഷ്ടം പോലെ മിസ്ക്ലിക്കൊക്കെ വരും ഗൈസ്. അയ്യോ ക്രൗച്ച് ചെയ്ത് ഇപ്പൊ അങ്ങ് പുറയിലോട്ട് പോയാന്. ഓക്കെ, ഈ ഒരു വലിപ്പം വന്ന് നമുക്കിനി ഇവിടെ മുഴുവൻ ഫെൻസ് ഇട്ട് അടയ്ക്കണം ഗൈസ്. അപ്പൊ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും പണി കിട്ടും ഗൈസ്. അപ്പൊ കയ്യിലെ വുഡ് മുഴുവൻ എടുക്കണം ഗൈസ്. ഒരു 4 ഫെൻസിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. നമുക്ക് ഗൈസ് ഒരു ഷീപ്പിനെ കൊല്ലാൻ വല്ലതും പറ്റിയത്. നമുക്ക് ഇതിന്റെ മണ്ടയ്ക്ക് ഒരു ഇതുണ്ടാക്കായിരുന്നു ഗൈസ്. ഇനി ഗൈസ് നമുക്കൊരു ഗേറ്റ് വെക്കണം ഗൈസ്. എന്നെ അങ്ങോട്ട് ഇറക്കണം. ഇറങ്ങിയാലേ എനിക്ക് ക്രാഫ്റ്റിംഗ് ബ്ലോക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗേറ്റൊക്കെ എങ്ങനെയായിരുന്നു ഉണ്ടാക്കണേ ഗൈസ്? ഞാൻ ശരിക്കും ഇങ്ങനെ ഗേറ്റൊക്കെ നോക്കട്ടെ. നമുക്ക് ബുക്ക് തുറന്ന് നോക്കാം. അതിൻ്റെ ഫസ്റ്റ് തന്നെ ഒരു ഗേറ്റ് ഉണ്ടാക്കണം ഗൈസ്. ഫെൻസ് ഗേറ്റ്. ഗേറ്റ് ഉണ്ടാക്കണ തന്നെ ഇല്ലേ? ഇതിന് സ്റ്റിക്ക് മതി, അപ്പൊ കുഴപ്പമില്ല. നമുക്ക് കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കാം. ഒരു 12 സ്റ്റിക്ക് അങ്ങ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി ഫെൻസ് ഗേറ്റ് ഫസ്റ്റ്. ഗൈസ് ഇത് ഭയങ്കര ലാഗടിക്കും. ഇങ്ങനെ ഓക്കെ, നമുക്ക് മൊത്തം ഉണ്ടാക്കാം. 16 എണ്ണം കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഒരു മുട്ട കിട്ടിയ ഇതിൽ ഏതൊരു കോഴി ഇട്ട മുട്ടയാണ്. ഗൈസ് അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് സേഫ് ആകണം ഗൈസ്. അല്ലെങ്കിൽ നമ്മൾ ആനിമൽസിനെ കൊണ്ട് അങ്ങോട്ടേക്ക് പോവും. അതുങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് താഴെ വീഴുന്നു. നമുക്കൊരു ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കെട്ടാം ഗൈസ്. അപ്പൊ പിന്നെ സേഫ് ആണല്ലോ. മറ്റേ നിങ്ങളെല്ലാവരും തള്ളി അങ്ങോട്ടേക്ക് നിൽക്കുകയും ചെയ്യാം. ഡേഞ്ചറാണ് കേസ്. ക്രൗച്ച് ചെയ്ത് നിന്നാൽ നമ്മൾ താഴെ പോവും. 8 ഫെൻസും കൂടെ ഉള്ളു. എന്താണെന്ന് തികയത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു തരണം ഗൈസ്. ഇപ്പം അങ്ങോട്ട് പോകണ്ട. ഓക്കെ ഗൈസ് അതുപോലെ ചെയ്താൽ മതി. ഇതാണെങ്കിൽ നമുക്ക് 9 എണ്ണം, കുറച്ച് സ്റ്റിക്കും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരൂടെ ഉണ്ടാക്കാം. എന്നിട്ട് നോക്കാം ഗൈസ് 9 എണ്ണം മതിയൊന്ന്. 9 എണ്ണം പോരാ ഗൈസ്, ഇനിയും വേണം. ഒത്തിരി ആനിമൽസിനൊക്കെ അവിടെ വെച്ച് നമുക്ക് ലാഗ് അടിപ്പിക്കാം ഗൈസ്. അതുകൊണ്ട് കുറച്ച് ആകുമ്പോൾ നമുക്ക് കൊല്ലാം. നൈറ്റ് ആവാറ് ഗൈസ്. നൈറ്റ് ആവുമ്പോൾ വല്ല സ്പോണായ പണി കിട്ടൂല ഗൈസ് അവിടെ. അയ്യോ അതിൻ്റെ കാര്യം ഞാൻ വിട്ടു ഗൈസ്. അപ്പൊ അതിന് ഇനി എന്ത് ചെയ്യാം? നമ്മുടെ കയ്യിൽ കോളം ഒന്നുമില്ലല്ലോ. ഒന്നുമില്ല ഗൈസ്. ഇനി എന്നാ പിന്നെ ഫോണാട്ടെ. നോ ഇഷ്യൂസ്. അമ്മക്കാരെയും പേടിയൊന്നുമില്ല. ഓക്കെ ഒരു 6 എണ്ണം കിട്ടിയിട്ടുണ്ട്. കുറച്ച് വെച്ച് ഉണ്ടാക്കാൻ പറ്റത്തില്ല ഗൈസ്. കറക്റ്റായിട്ട് ഉണ്ടാക്കിയാലേ ഞങ്ങൾക്ക് റിസോഴ്സ് വെറുതെ പോവും ഗൈസ്. അവിടെ ഇനിയും വേണോ? 1 2 1 2 3 എണ്ണാടെ മതിയോ ഗൈസ്? 3 അല്ലേ 4 എണ്ണം. കുറച്ച് ഫെൻസൊക്കെ ബാക്കി വന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല ഗൈസ്. കേറാൻ ആവശ്യമുള്ള സാധനമാണല്ലോ ഫെൻസ് പിന്നീടും.
നമുക്കത് സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സീരീസാണ് ഗൈസ്. നമ്മൾ സാധാരണ മൈൻക്രാഫ്റ്റ് പോലെ അല്ല ഇത്. ഞാൻ ഒരു 6 ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. കാരണം 6 ഒന്നും ആവശ്യമില്ല. ഇതും കൂടി വെച്ചാൽ കംപ്ലീറ്റ് ആയി ഗൈസ്. ഇനി ഗൈസ് നമുക്ക് ഈ ഗ്രാസിനെ ഒന്നും കൂടി സ്പ്രെഡ് ആക്കണം. അപ്പം അതിന് ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് ഒരു കണക്ഷൻ പാത്ത് വേണം ഗൈസ്. ഇതങ്ങ് മുറിക്കാം. ഓഫ് കിട്ടിയില്ല ഗൈസ്, പോയി. ഇവിടെ ഇതിടാം ഗൈസ്. എന്നിട്ട് ഇനി അത് അങ്ങോട്ടേക്ക് പടർന്നോളൂ. ഗ്രാസ് ആ ഗൈസ് നമ്മൾ നോക്കിയൊക്കെ തന്നെ അങ്ങോട്ട് ആയിട്ടുണ്ട്. ഈ കറുത്ത ഷീപ്പ് ഇവിടെ വന്നപ്പോൾ നമുക്ക് അവിടെ ഒരു ഫെൻസ് ഇല്ലാത്ത പോലെ തോന്നും ഗൈസ്. ആ ഗൈസ് നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു. നമുക്കിനി ഇതെല്ലാം എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് ആനിമൽസിനെ പതിയെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് നോക്കാം. ആദ്യം ഈ ഫെൻസ് എല്ലാം പൊട്ടിക്കാൻ ഗൈസ്. അയ്യോ എടാ പോലെ 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 അയ്യോ ഗൈസ് അറിയണ്ട്, ഞാൻ അടുത്ത ഡയറക്റ്റ് പൊട്ടിച്ചു. എന്താ അനുസരണമുള്ള ആനിമൽസ് ഗൈസ്, നമ്മൾ പറഞ്ഞതേ പോകുന്നുണ്ടില്ലേ. നമ്മുടെ കയ്യിൽ ഇവർക്ക് തിന്നാൻ കാണിച്ചോണ്ടോ എന്തെങ്കിലും ഉണ്ടോ? വാട്ടർമെലൻ നിങ്ങൾ തിന്നത്തില്ലല്ലോ. ഇല്ല ഗൈസ്, വാട്ടർമെലനേ ഉള്ളൂ. എങ്ങനെ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാം ഗൈസ്? ഇത് പൊട്ടിച്ച് ക്രാഫ്റ്റിംഗ് ടേബിളിൽ മണ്ട വെക്കാം ഗൈസ്. അങ്ങോട്ട് കൂടാ കുരുത്തം കെട്ടവനെ. ഒരു ചെറിയൊരു പണി നോക്കാം ഗൈസ്. ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു ബക്കറ്റ് വെള്ളമുണ്ട്. വെള്ളം പോയതാണ് ഗൈസ്. ഇതൊരു സീനാണ്. ലൈസ് റിസ്ക് എടുക്കുക. ഇതുപോലെ നിങ്ങൾ തള്ളി അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? അതങ്ങൾ അതിൻ്റെ മണ്ടേ കൂടെ കയറുന്ന ഗൈസ്. അങ്ങോട്ടേക്ക് പോടാ കുരുത്തം കെട്ടവന്മാര്. അയ്യോ എടാ, ഞാൻ ആ ഫെൻസ് കൊണ്ട് അവിടെ വെച്ചു. അത് എനിക്ക് ഇവിടെ വെക്കാനുള്ള സാധനമായിരുന്നു. ഓ ഒഴി അങ്ങോട്ട്. എടാ പോടാ ചുമ്മാ പണി തരാതെ. ഇതുങ്ങൾക്ക് ഒരു അനുസരണം ഇല്ലാത്ത ആനിമൽസ് ആണ് ഗൈസ്. പോടാ അന്ന് അങ്ങോട്ട്. ഈ പന്നിയാണ് ഗൈസ് എല്ലാത്തിനും പ്രശ്നം, കള്ളപ്പന്നി. ഓക്കെ ഗൈസ്, നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്കൊരു ചെറിയ കാര്യം ചെയ്യാം ഗൈസ്. ഇപ്പം അത്യാവശ്യം ഇത് കഴിഞ്ഞ ഗൈസ്. അടുത്തൊരു ചെറിയ ക്രൗഡ് അങ്ങ് മാറി. അയ്യോ പോയി വെള്ളം എത്ര പെട്ടെന്ന് എടുക്കട്ടെ. പെട്ടെന്ന് തന്നെ എടുത്തൊരു ഷെൽഫിലോട്ട് വെക്കാം. ഇനി ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഒരു ബ്ലോക്ക് അങ്ങ് വെച്ചേക്കാം ഗൈസ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ മണ്ടേ കൂടെ അങ്ങോട്ട് പോയി താഴെ വേണിച്ചാവും ഗൈസ്. അതിന് കറക്റ്റ് 2 ഫെൻസ് ഉണ്ട്. ഇവിടെ ഒരു ഫെൻസ് വെക്കാം. ഇവിടെ ഒരെണ്ണം വെക്കാം ഗൈസ്. ഇപ്പം കുഴപ്പമില്ലായിരിക്കുമല്ലോ. ഒരു വൃത്തിയായിട്ടിരിക്കാൻ വേണം ഒരു 3 സ്ലാബ്സും കൂടെ അതിൻ്റെ മണ്ടേ കൂടെ വെക്കാം. എൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം ഗൈസ് 2 എണ്ണം വെക്കാനുള്ള ഗ്യാപ്പുണ്ട്. അപ്പം നീ ക്രാഫ്റ്റ് ചെയ്യേണ്ടി വരും ഗൈസ്. ഈ വീഡിയോ ചിലപ്പോൾ കുറച്ച് ലെന്തി ആവാൻ ചാൻസ് ഉണ്ട്. അയ്യോ അങ്ങനെ വെച്ചാൽ ആനിമൽസിൻ്റെ മണ്ട കൂടെ കയറി പോകാൻ പറ്റുമോ? പറ്റുമായിരിക്കും ഗൈസ്. നോക്കാം പോകുന്നു. സ്ലാബ്സിന് ഇല്ലല്ലോ. ഇല്ല ഗൈസ്, ഇനി ഉണ്ടാക്കണോ? ഉണ്ടാക്കാൻ ഗൈസ് ആണല്ലോ. എന്നാലും ഇതുങ്ങൾ ഭയങ്കര ശല്യമാണല്ലോ ഗൈസ്. ഒരു 6 സ്ലാബും കൂടി കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് ഇവിടെ വെച്ചു. നമ്മൾ ഇവിടെ കാണാൻ ചെറിയ ലുക്കായിട്ടുണ്ട്. അങ്ങോട്ട് വെച്ചാലോ? അയം കിട്ടുമ്പോൾ നമുക്ക് അവിടെ ലാൻറ്റേൺ വെക്കാം ഗൈസ്. പിന്നെ ഇതിന് മണ്ടിലും കൂടെ വരും. ഇപ്പൊ കാണാൻ കുറച്ചും കൂടി കൊള്ളാം ഗൈസ്. ഞാനൊരു ജീനിയസ് തന്നെ ഗൈസ്. ഒന്ന് കേറിപ്പോടാ അങ്ങോട്ടേക്ക് കുരുത്തം കെട്ടവനെ. അടി കൊടുത്താൽ ഓടൂ. അടി കൊടുത്തവൻ അങ്ങോട്ടാണ് ഗൈസ് പറഞ്ഞത്. ഇവിടുന്ന് ഒരു അടി കൊടുത്താലോ? അങ്ങോട്ടോടും. നിനക്കൊരടി ഒന്ന് നീ അങ്ങോട്ടോടും. അവൻ മിടുക്കൻ ഗൈസ്. അവൻ ചെന്ന് അടി. നിനക്കിനി ഒരടിയും കൂടി തന്നാ ഒത്തിരി അടി എടുക്കാൻ പാടില്ല ഗൈസ്. അവന്മാർ ചത്തുപോകും.
ആ കുഴപ്പമില്ല ഗൈസ്, ഇനിയുള്ള അവന്മാർ തന്നെ തന്നെ അടുത്തങ്ങ് ചാടിക്കോളും. ചെറിയൊരു ആനിമൽ ഫാം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. കുറച്ചും കൂടി മെയിൻ ചെയ്യാം. ഓക്കെ സാർ, ഞാൻ കുറച്ച് നേരം ഒന്ന് മൈൻഡ് ചെയ്തിട്ട് കാണാം. ഓക്കെ, നമ്മൾ അങ്ങനെ അടുത്ത ഫേസ് എത്തിയിട്ടുണ്ട്. അടുത്ത ഫേസ് ദി അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഫേസ് ആണ്. മെനി എ മോൺസ്റ്റർ റോം ത്രൂ ഡാർക്ക് ഹോളോസ്. ഓക്കെ ഗൈസ്, എന്തോ മോൺസ്റ്ററിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണോ? ഓ, ഇവിടെ അങ്ങ് സ്റ്റോണൊക്കെ കിട്ടി തുടങ്ങും ഗൈസ്. അണ്ടർഗ്രൗണ്ട് ആണല്ലോ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സ്റ്റോൺ നമ്മൾ മൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒത്തിരി നേരം ഒന്നും മൈൻ ചെയ്തില്ല ഗൈസ്, കുറച്ച് നേരം ചെയ്തുള്ളൂ. നമ്മൾ ഓൾമോസ്റ്റ് 258 ബ്ലോക്ക് മൈൻ ചെയ്ത്. നമുക്ക് സ്റ്റോൺ ആയില്ലേ, ഇനി ഒരു സ്റ്റോൺ പിക്കാസ് ഉണ്ടാക്കാം. സ്റ്റോൺ പിക്കസിന് വുഡ് വേണം, സ്റ്റിക്കിന് വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ ഇതുണ്ടാക്കി നോക്കി. ഓക്കെ, ഫൈനലി നമ്മൾ സ്റ്റോൺ പിക്കാസ് സൈസ് നിങ്ങൾക്ക് അച്ചീവ്മെൻ്റ് ഒക്കെ കിട്ടി ഗൈസ്. ഇനി മൈനിങ് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിരിക്കും. ഓ, ഫൈനലി കോളും കിട്ടി ഗൈസ്. ഇനിയൊക്കെ ലൈറ്റിങ്ങിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ടോർച്ചൊക്കെ ഉണ്ടാക്കി വെക്കാം ഗൈസ്. ഇതെന്നാ വുഡാ ഗൈസ്? മറ്റേ അയ്യോ, ഡാർക്ക് ഓക്ക് അല്ലായിരുന്നു ഇത്? ആ അതെ, ഡാർക്ക് ഓക്ക്. അതിങ്ങനെ ഇവിടെ ഒന്ന് അണ്ടർഗ്രൗണ്ടിൻ്റെ അവിടെ എനിക്ക് മനസ്സിലായില്ലേ ഗൈസ്, മനസ്സിലാവുന്നില്ല. അണ്ടർഗ്രൗണ്ടിൽ ഡാർക്ക് ഓക്ക് ഉണ്ടോ ഗൈസ്? ഇല്ലല്ലോ, എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് അറിയാവുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യും. ഓ മൈ ഗോഡ്, അയൺ കിട്ടി ഗൈസ്. ലുക്ക് ഗൈസ്, അയൺ കിട്ടി ഗൈസ്. നമുക്ക് കുറെ ഗ്രാവലൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ കുറച്ചും കൂടി മൈൻഡ് ചെയ്തിട്ട് വരാം ഗൈസ്. അതെന്നതാ? റാബിറ്റ് ഗൈസ്. ആ, നിങ്ങളെല്ലാവരും അങ്ങോട്ട്. ഓ ഗൈസ്, അതുപോലെ ഞാൻ പറയാൻ മറന്നു. ഞാൻ ചെസ്റ്റ് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ഗ്രാസ് ബ്ലോക്ക് കിട്ടി ഗൈസ്, ഒരു പ്ലെയിൻ ചെസ്റ്റിൽ നിന്ന്. പിന്നെ കുറച്ച് സീഡ്സും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ഇത് കൃഷിയൊക്കെ തുടങ്ങാം. ഞാൻ കുറച്ചും കൂടി പോയി മൈൻഡ് ചെയ്തിട്ട് വരാം ഗൈസ്. അതുപോലെ നമ്മൾ ഇപ്പോൾ മൈൻഡ് ചെയ്തിട്ട് ഒരു മഷ്റൂം കവുകിനെ കിട്ടി ഗൈസ്. ഇന്ന് അത്യാവശ്യം നല്ല പ്രോഗ്രസ് ഉണ്ടായിരുന്നു ഗൈസ്. ഒരു മഷ്റൂം കവ് കിട്ടി ഗൈസ്. ഗൈസ്, അങ്ങനെ നമുക്കൊരു ചെസ്റ്റ് കിട്ടി. അത് ഓപ്പൺ ചെയ്തപ്പം ഗ്ലോ ബെറീസും റാബിറ്റ് ഹൈഡും ഉണ്ട് ഗൈസ്. ഞാൻ അതുപോലെ കുറച്ച് വെച്ച് ഇനി അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും ഗൈസ് മൈനിങ്ങിന്. ഇതെന്നാ സാധനം? കാലിസൈറ്റ്. കാലിസൈറ്റോ? അങ്ങനെ ഒരു ബ്ലോക്ക് മൈൻക്രാഫ്റ്റിലുണ്ടോ? അടുത്ത മഷ്റൂം കവിനെ കിട്ടി ഗൈസ്. നമുക്ക് ഇനി നിങ്ങളെ ബ്രീഡ് ചെയ്യാൻ പറ്റും. ഒരടി കൊടുത്താൽ എങ്ങോട്ടോടും? അങ്ങോട്ടോടുമോ? ഇല്ല. ഇവനൊരടി കൊടുത്താൽ അങ്ങോട്ടോടാ പൊട്ടാ. ഓക്കെ, നിങ്ങളെല്ലാവരും ഇവിടെ പിന്നെയും ക്രൗഡായി തുടങ്ങി ഗായ്സ്. ഒരു പണി കിട്ടി ഗൈസ്, പെട്ടു. ഒരു ക്രീപ്പർ സ്പോണായി ഗൈസ്. നമ്മുടെ ഇവിടെ മുഴുവൻ പൊട്ടി ഗൈസ്. നമ്മുടെ റിസോഴ്സ് എല്ലാം പോയി ഗായ്സ്, പെട്ടു. നമ്മുടെ വാട്ടർ ബക്കറ്റും പോയി ഗൈസ്. എല്ലാം പോയി ഗൈസ്. എനിക്കത് പെട്ടെന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് ഓടുമായിരുന്നു ഗൈസ്. ആളാ, എന്തോ മഷ്റൂം കവനൊന്നും പറ്റില്ല ഗൈസ്. ബാക്കി ഷീപ്സ് ഒക്കെ ചത്തു ഗൈസ്. ഒന്നും കിട്ടില്ല. ബ്ലാക്ക് ഹോൾ ഒരെണ്ണം കിട്ടി, ബാക്കി എല്ലാം പോയി ഗൈസ്. അതൊരു പണിയായി പോയി ഗൈസ്. നല്ല സന്തോഷമായിട്ട് സ്മൂത്ത് ആയിട്ട് പോയതായിരുന്നു ഗൈസ്. തന്നെ ഒരു പണി കിട്ടി. നമുക്ക് ഇനി ഞാൻ അടയ്ക്കാം ഗൈസ്. ഇതുപോലെ ഗൈസ് വരുന്ന എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു ഗൈസ്. എനിക്കിതിനെ അങ്ങനെ അറിയില്ല ഗൈസ് അധികം. ആടാ, ഇനി എന്ത് ചെയ്യടാ? ആകെ പണിയായടാ. കുറെ ചെസ്റ്റ് ഉണ്ട്, നമുക്ക് എല്ലാം കൂടെ ഇവിടെ അങ്ങ് അടുക്കി വെക്കാം. ഇതുപോലെ ക്രീപ്പർ വരുന്നതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു ഗൈസ്. ഓ, വാട്ടർ ബക്കറ്റ് പോയില്ലേ ഗൈസ്? അത് മൂന്നാമത്തെ നില വെച്ചോണ്ട്. അയ്യോ, ഞാൻ അതായിരുന്നു വെച്ചാൽ എനിക്ക് ഏറ്റവും ടെൻഷൻ. കാരണം ഇനി വേറെ വാട്ടർ ബക്കറ്റ് ഇല്ലല്ലോ നമുക്ക്. ഈ വാട്ടർ ബക്കറ്റ് ഇച്ചിരി സേഫ് ആക്കാൻ വേണ്ടിട്ടേ ഏതിനെങ്കിലും മണ്ടേ കൊണ്ട് വെക്കാം ഗൈസ് ജസ്റ്റ്. അതാണ് പിന്നെ ക്രീപ്പർ ഒന്നും പൊട്ടത്തില്ലല്ലോ. ഓക്കെ, ഇവിടെ ആയിരിക്കണം നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ. നമ്മുടെ ഫുഡൊക്കെ നമുക്ക് ഇവിടെ വെക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ആണ് ഇത്ര നമുക്ക് ഇവിടെ വെക്കാം. ബാക്കിയെല്ലാം നമുക്ക് ഈ ചെസ്റ്റിലോട്ടൊക്കെ തട്ടി അങ്ങ് വിടാം ഗൈസ്.
എടാ ശേ, നമ്മുടെ ഷീപ്പുകളൊക്കെ ചത്തു ഗൈസ്. എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ട് നിങ്ങളൊന്ന് പറഞ്ഞു ഗൈസ്. അമ്മാരിനെ അടുത്ത ചാവ്. അവിടെ ഒരു ബ്ലോക്ക് വെച്ച് കൊടുക്കട്ടെ ഗൈസ്, എന്നാലേ ഉമ്മർ അങ്ങോട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ സ്റ്റെയർ ഉണ്ടാക്കി വെക്കാം ഗൈസ്. സ്റ്റെയർ ഉണ്ടാക്കി വെക്കാം. വുഡില്ല, നമുക്ക് തൽക്കാലം ഒരു കോബിൾ സ്റ്റോണിന്റെ സ്റ്റെയർ ഉണ്ടാക്കാം. ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിളും പോയടാ. ഇല്ല, കൈ കിട്ടിയില്ല. ഇല്ല ഗൈസ്, അതൊന്നും കൈ കിട്ടിയില്ലടാ. ശേ, ആടോ കുറെ നഷ്ടം വന്നു ചേച്ചി. നമ്മുടെ ഇവിടെ ഒത്തിരി റിസോഴ്സസ് പോയി ഗൈസ്. നീ ഇതെല്ലാം ഒന്ന് പഴയതുപോലെ ആക്കിയെടുക്കണം. സ്റ്റെയർ അങ്ങ് ഉണ്ടാക്കാം ഗൈസ്. നാളെണ്ണം കിട്ടി. ഇവിടെ അയ്യോ, ഇങ്ങനെ അയച്ചു വെക്കാം. നമുക്ക് ഇതിൻ്റെ അകത്തോടെ അങ്ങോട്ട് പോകാനായിട്ട് ആ ഷീപ്പിന്റെ വോൾ എടുത്ത് നമുക്കൊരു 2 വോള് വേണമെന്ന് തോന്നുന്നു ഗൈസ്. ഓ, ക്രാഫ്റ്റിൻ്റെ ഇവിടെ വെച്ച് ഇത് തുറക്കാൻ പറ്റില്ല ഗൈസ്. അക്കാര്യം ഞാൻ വിട്ടു. ക്രാഫ്റ്റിൻ്റെ ഇവിടെ വെക്കാം ഗൈസ്. അപ്പൊ കുഴപ്പമില്ല. ഓളോ ശേ, കഷ്ടപ്പെട്ട് 2 വോള് വേണം ഗൈസ്. 2 വോള് 2 ഉണ്ടോ? ഇല്ല ഗൈസ്, 2 വോള് ഇല്ല. 2 അയണും കെട്ടൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇനി നമുക്ക് ഇന്നത്തെ കാര്യം നടത്താൻ ഗൈസ്. മടുത്തു. അല്ല എടാ പൊട്ടാ ഗൈസ്, ഇവന്മാരെ നമ്മളെ സമാധാനം. എൻ്റെ ഞാനിപ്പോ തഴപ്പോ ഇവന്മാരെ നമ്മളെ സമാധാനത്തോടെ നിക്കാൻ സമ്മതിക്കില്ല ഗൈസ്. എടാ പോടാ ഒന്ന് ഇവിടുന്ന്. ഓക്കെ ഗൈസ്, ഞാൻ അവിടെ ഒരു സ്ലാബ് എന്തെങ്കിലും എടുത്ത് വെക്കട്ടെ. സ്ലാബ് എവിടെയെല്ലാം ഉണ്ടാടാ? സ്റ്റെയർ കേസ് അങ്ങ് വെക്കാൻ ഗൈസ് തൽക്കാലത്തേന്. ഇല്ല ഗൈസ്, അവിടെ സ്ലാബ് ഞാൻ കണ്ടു. ചെന്ന് കയറാതെ അവിടെ. ഓക്കെ ഇനി സേഫാ. എല്ലാ ദിവസവും നമുക്ക് എല്ലാം നന്നായിട്ട് നടക്കണമെന്നില്ലല്ലോ ഗൈസ്. അതുപോലെ നമ്മൾ 355 ബ്ലോക്ക് മൈൻ ചെയ്തു ഗൈസ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഗൈസാണ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങളെല്ലാവരും മറക്കാതെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എടാ പശു ഒന്ന് മാറ്, അതിലേക്ക് ഒരു ഔട്ട്രോ പോലെ എടുക്കാൻ സമ്മതിക്കുന്നില്ല ഗൈസ് പശുകൾ. അപ്പോൾ ഗൈസാണേലും നിങ്ങളെല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ല. നമ്മൾ റോട്ട് 100 സബ്സ്ക്രൈബേഴ്സാണ് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പം. അപ്പോൾ ഗൈസ് ഒത്തിരി സാഡായിട്ടുള്ള സംഭവങ്ങളുണ്ടായി, ഒത്തിരി സന്തോഷമായിട്ടുള്ള സംഭവങ്ങളുണ്ടായി. നമുക്ക് അയൺ ഇങ്കട്ട് കിട്ടിയതാണ് ഗൈസ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. പിന്നെ മഷ്റൂം കവ്, അത് ഓക്കെ ഫുഡിനുള്ളത് മഷ്റൂം കവ് ആയിക്കോളും ഗൈസ്. കാരണം നമുക്ക് ഒരു ബൗൾ ഉണ്ടാക്കിയാൽ മതി. അപ്പോഴും ബൗൾ കൈ വെച്ചാൽ മതി, നമുക്ക് അതിൻ്റെ കയ്യിൽ നിന്ന് ഫുഡ് എടുത്ത് കഴിക്കാം. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് ഗൈസ്. അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നുണ്ട്. എല്ലാവർക്കും ഒരു ഗുഡ് ബൈ ഗൈസ്.